നമ്മൾ ദ്വാരക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ദ്വാരക്കണം. വിസ അവിടെ തന്നെ ശരിയാവണേന്ന് ദ്വാരന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പം ജോലിയൊന്നും ഇല്ലാതെ അവിടെ അങ്ങ് നിന്നാലോ, പ്രശ്നം കാത്തിരക്ഷിക്കട്ടെ. നേരെ മറിച്ച് ഇങ്ങനെ അവിടെയാണോ ഹൈർ അവിടെ, ഇവിടെയാണോ ഹൈർ ഇവിടെയാണ് ഏറ്റവും ഹൈർ അല്ലാഹുവേ ഇവിടെ തന്നെ നടത്തലേ എന്ന് ദ്വാരക്കണം. മനസ്സിലായില്ലേ? പ്രവാസികളൊക്കെ എങ്ങനെയെങ്കിലും ഈ റിട്ടയർഡ് ആവാൻ കാത്തിക്കാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തി ഒന്ന് റാഹത്തോടുകൂടെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ ഒന്ന് കണ്ട് കൽപ്പിച്ച് ഇതിനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ കഴിയാൻ ഏതൊരു പ്രവാസിയും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഒക്കെ ദുആ കേട്ടാൽ ഇട്ടെറിഞ്ഞിങ്ങോട്ട് പോരും. മനസ്സിലായി? പിന്നെ ഗഫീലിനോടൊന്നും ലീവ് വയ്ക്കൂല, ഇങ്ങോട്ട് എത്തും. ഹൈറാണെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് വരക്കണം എപ്പോഴും. അള്ളാഹു ഇനി ബറക്കത്ത് നൽകണം റബ്ബേ. മനസ്സിലായില്ലേ? അങ്ങനൊന്നും ദ്വാരിപ്പിക്കണ്ട, അങ്ങനൊന്നും നമ്മൾ ദ്വാരിപ്പിക്കണ്ട. ഭർത്താവ് ഗൾഫ് തന്നെ നിൽക്കണേ ദ്വാരിപ്പിക്കണ്ട. ഭർത്താവ് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്ന് പഠനം അതൊന്നും ദ്വാരിപ്പിക്കണ്ട. അങ്ങനെ ദ്വാരിക്കുക. എങ്ങനെ ഹൈറാണെങ്കിൽ അവിടെ, ഹൈറാണെങ്കിൽ ഇവിടെ, ഏതാണോ ഹൈർ പോലെ നടത്തി തരണേ റബ്ബേ എന്ന് എപ്പോഴും ദ്വാരിക്കണം. മാക്സിമം നമ്മുടെ പ്രവാസികളെ പ്രവാസ ലോകത്തിൽ നിന്ന് നാട്ടിലേക്ക് അടുപ്പിക്കാന്ന് പറഞ്ഞാൽ നാട്ടിൽ നല്ല ജോലിയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ, ജോലി സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അവിടെയാണ് നല്ല ജോലിയും ശമ്പളമൊക്കെ ആണെങ്കിലോ എന്നാൽ അൽഹംദുലില്ലാ അവിടെ നിന്നോട്ടെ, അവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചു കൊടുക്കണം. നേരെ മറിച്ച് ഇവിടെ നല്ലൊരു ജോലിയും ഇവിടെ നല്ലൊരു ശമ്പളമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ അൽഹംദുലില്ലാ. അതിനൊക്കെ ചെയ്യേണ്ട വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 6 മാസത്തെ ലീവിന് ഇവിടെ വന്നാൽ പരക്കം വാങ്ങി നടക്കരുത്. അത് ആ സമയത്തിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുക. ഇവിടെ ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിലോ ഗഫീലിനെ വിളിച്ചിട്ട് പറയാ, നിങ്ങൾ വേറെ ആരെ നോക്കി വിളി, ഞാൻ ഇവിടെക്കാന്ന് പറയാം. നേരെ വെച്ചാൽ ക്ലച്ച് പിടിക്കൂല എന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തെ ലീവ് ഉണ്ടാവുമല്ലോ, ആ ലീവിന് നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഏതായിരുന്നാലും പഠിച്ചു സലാമത്താക്കി തരട്ടെ. നമ്മളെ പ്രവാസികൾ പാവങ്ങളാണ്, കട്ടപ്പാടും പ്രയാസവും ദുരിതവും അനുഭവിക്കുന്നവരാണ്. പല പ്രയാസങ്ങളൊക്കെ മാറ്റി സലാമത്ത് കൊടുക്കണം റബ്ബേ.